ഹലോ, ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കൊണ്ടൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ഇത് കൊണ്ടൊരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറുണ്ണുകയാണെന്നുണ്ടെങ്കിൽ കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ചോറ് മാത്രം മതി കേട്ടോ, ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാനിൽ കുറച്ച് ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തേതായിട്ട്. അപ്പോൾ ആ സവാള പാനിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൽ ഇച്ചിരി എണ്ണയും വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് ഞാൻ എല്ലാം പാകം ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഉള്ളി കുറച്ചൊരു കളർ ചേഞ്ചായിട്ട് കാണാം നമുക്ക്. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അതുവരേക്കും ചെറുതായിട്ടൊന്ന് നമ്മൾ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനിലേക്കുള്ള ഉള്ളി കുറച്ച് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഉണക്കച്ചെമ്മീൻ വേണം കാര്യമായിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലാണ് വെക്കേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബൗളിൽ ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് തവി കൊണ്ട് മിക്സ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതീയിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, കൂട്ടുകയും വേണ്ട കേട്ടോ, ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് പിന്നീട് ഇടുന്നത് പച്ചമുളകാണ് കേട്ടോ. നല്ല പഴുത്ത പച്ചമുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അതുകൂടെ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എല്ലാം ഒന്ന് നമ്മൾ തവി കൊണ്ട് ഇളക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസ് ആയിട്ട് എഴുതണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കുക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരിയും കൂടെ എണ്ണ വേണം തോന്നി, ഓയിൽ. അപ്പോൾ ഇച്ചിരിയും കൂടെ എണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇച്ചിരി
മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. എന്താ വെച്ചാൽ ആദ്യം ഉപ്പ് ചേർത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത് ഉപ്പ് ഇടുന്ന സമയത്ത് ചിലപ്പം ഉപ്പ് അധികമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പം അതും കൂടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് ചെറിയൊരു തീയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. തക്കാളിയൊക്കെ വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ ഇവിടെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അതിനുള്ളിലുള്ള പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷം റെഡിയാക്കി വെച്ചതാണ് ഈ ചെമ്മീൻ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. പാക്കറ്റ് അങ്ങനെ തന്നെ ഡയറക്റ്റ് നിങ്ങൾ ഇതിലേക്ക് ഇടാൻ പാടില്ല. ആ ചെമ്മീൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലെ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ ചൂടാക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മുടെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ ചെമ്മീനും കൂടെ ഇടുമ്പം തന്നെ വായിൽ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. ചോറും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ചെമ്മീൻ നമ്മൾ വറക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലല്ലേ. പക്ഷേ ഉണക്ക ചെമ്മീൻ്റെ സ്മെല്ല് ചിലവരൊക്കെ ഒന്നും പിടിക്കില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡിഷ് ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ചെമ്മീനും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ സെറ്റായി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 പോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് എല്ലാം മിക്സായി വെന്ത് വരണം കേട്ടോ. നമ്മൾ ചെമ്മീനും കൂടെ ഇട്ടതല്ലേ, അപ്പോൾ അതും കൂടെ മസാല ഒക്കെ പിടിച്ചിട്ട് വെന്ത് വരണം. അപ്പോൾ ആ ഒരു കുറച്ച് സമയം നമുക്ക് തീയിൽ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഞാൻ വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. നമ്മുടെ നാളികേരം അത് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച്. അപ്പോൾ ആ തേങ്ങ എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കുക കേട്ടോ. തേങ്ങ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം തന്നെ കൊടുക്കാം. ഇല്ല ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ തേങ്ങ കൂടെ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അധികമായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് തേങ്ങയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ഭഗവാനെ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല ഡിഷ് സെറ്റായ ഒരു മണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി തോരനാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളം വറ്റി വരണം കേട്ടോ. നമ്മുടെ ചെറുതീയിൽ തന്നെ വച്ചാൽ മതി. വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റാകും കേട്ടോ. അപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇനിയിപ്പോൾ അത് ഇതിലേക്ക് തന്നെ എണ്ണ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇച്ചിരിയും കൂടെ ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തത്. അപ്പോൾ എല്ലാം കൂടെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ നമ്മുടെ ചെമ്മീൻ തോരൻ, ഉണക്ക ചെമ്മീൻ തോരൻ നല്ല സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടുന്നവർ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചോറിന് കറികളൊന്നും ഇല്ലാതെ കഴിച്ചിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അടിപൊളിയാണ്, സെറ്റാണ്. അപ്പം നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ല എന്നുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഉണക്ക ചെമ്മീൻ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാം അല്ലേ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. എന്നിട്ട് എൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യല് ഉണക്കച്ചെമ്മീൻ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു സ്മെല്ലാണ്. അതിൻ്റെ ആവിയിലൊക്കെ ആവി പറക്കുന്നുണ്ടോ? നല്ല ചൂടോടെ കഴിക്കാം. എന്നാൽ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ.